നമുക്കിന്നൊരു സ്ഥലം വരെ പോയാലോ? നിങ്ങൾ ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് പോവാം. പിന്നെ ഒരു കാര്യം, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ കുറേ കുറവുകളാണ്, നിങ്ങളത് ക്ഷമിക്കണം. നിങ്ങളിപ്പോൾ കാണുന്നത് കട്ട വെയിലും കൊണ്ട് ബസ് കാത്ത് നിൽക്കുന്നതാണ്. എന്തായാലും ബസ് വന്നില്ല, കുറച്ച് വീഡിയോ എങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കിയത്. ബസ് പോയി ഗൈസ്. പിന്നെ കുറേ നേരം അവിടെ നിന്ന് അടുത്ത ബസ്സും കയറി അങ്ങനെ കടയിലെത്തി. അവിടെ ചെന്നപ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം നോക്കി കുറേ സമയം അവിടെ വേസ്റ്റാക്കി. പിന്നെ കുറച്ച് നേരം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനി എങ്ങോട്ടുമില്ല, നേരെ വീട്ടിലോട്ട് പോകണം, കാരണം ടൈം കുറേ ആയേ. ഇനി നമുക്ക് അവിടെ നേരത്തെ ഒതുക്കി വെച്ച വണ്ടി ഉണ്ടല്ലോ, അതെടുക്കണം. നമ്മൾ അതിലാണ് തിരിച്ചു പോകാൻ പോണത്. ഇനി എങ്ങോട്ടുമില്ല, നേരെ വീട്ടിലോട്ടെന്നുള്ളൊരു മൈൻഡായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ മൈൻഡ് മാറി ഇനി എന്തെങ്കിലും കഴിച്ചിട്ടോ എന്നുള്ളൊരു മൈൻഡായി. പിന്നെ ഒന്നും നോക്കിയില്ല, ആദ്യം കണ്ട കടയിൽ വണ്ടി നിർത്തി. ആ കടയിലാണെങ്കിലോ നമ്മളെ കൂടാതെ വേറെ ആരുമില്ല. പിന്നെ വേണ്ട ഫുഡൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഫുഡും കഴിച്ച് കുറച്ച് നേരം അവിടെ വെറുതെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ പോണത് എൻ്റെ ഇത്താരെ വീട്ടിലോട്ടാണ്. ഇത്താന്ന് പറയുമ്പം ഈ വണ്ടി ഓടിക്കുന്നതാണ് എൻ്റെ ഇത്ത. പറഞ്ഞു വന്ന ഇവളെൻ്റെ കുഞ്ഞാണ്, പക്ഷെ ഞാൻ കുഞ്ഞാന്ന് വെച്ച് ബാക്കി എല്ലാം അവളെ വിളിക്കും. ഇനി നമുക്ക് എൻ്റെ അടുത്ത കുഞ്ഞാരെ വീട്ടിലോട്ട് പോകണം. ഇനി പോകുമ്പോഴത്തേക്ക് ഞാനും ഇത്തായും മാത്രമല്ല, ഇത്താരം ഉമ്മായും കാണും. മനുഷ്യരെയും കാട്ടി ഈ വീട് കൺട്രോൾ ചെയ്യുന്ന വേറെ കുറച്ച് പേര് ഈ വീട്ടിലുണ്ട്. അതിലൊരാളാണ് ഇവളെ പേരാണ് പൊടിച്ചി. ഇവളെ പോലെ വേറെ ഒരാളൂടെ ഉണ്ട്, അതാണ് ഇവൾ മറ്റുള്ള പോലെയല്ല, കുറച്ച് ദേഷ്യം കൂടുതലാണ്. ഞാൻ എത്ര വിളിച്ചിട്ട് മൈൻഡ് ചെയ്യാതെ കിടക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇനി അടുത്തത് എൻ്റെ കുഞ്ഞാരെ വീട്ടിലോട്ട് പോയാണ്. കുഞ്ഞാരെ വീട്ടിൽ പോണതും അവിടുത്തെ വിശേഷങ്ങളും ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഇനി ഇത്രയൊക്കെ ഉള്ളൂ.